ഇന്ന് കീര വിത്തിടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാമേ. ഇത് തുടക്കക്കാർക്ക് എങ്ങനെ ഇടുന്നെന്ന് അറിഞ്ഞൂടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നല്ല കീര വിത്തായിരിക്കണേ. നമ്മള് ഇപ്പം തയ്യിൽ നിൽക്കുന്ന കീര വിത്താണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഉണങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഗ്രോ ബാഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് വിത്തിടണമെന്ന് അങ്ങനെ ഒന്നുമില്ല. കുറച്ച് സ്ഥലം ഇളക്കിയിട്ടിട്ട് അതിലേ അങ്ങ് ഇട്ടാലേ മതി. പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ എന്തിനിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ആട്ടിന്റെ കാഷ്ടം, ആട്ടിന്റെ ആ ഒര ഇട്ടിട്ടുണ്ട്. അത് 2-3 ദിവസമായി അവിടെ കിടന്ന് അതിന്റെ ചൂടെല്ലാം മാറിയിട്ട് അതിന്റെ മീതെയാണ് അതിനെ ഈ വിത്തിടുന്നത്. അങ്ങനെ നല്ല വിത്ത് ഇട്ടാൽ എല്ലാ വിത്തും പിടിക്കും. നമുക്ക് ഇടുന്നത് കാണാം, കീര വിത്ത് എങ്ങനെ പാവണമെന്ന് കാണാമേ. ഇതാണ് ഞാൻ കീര പാവാൻ വേണ്ടി ശരിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലം. ഇതിൽ എന്തൊക്കെ ഇരിക്കുന്നതെന്ന് കണ്ട, ആട്ടുകാഷ്ടമുണ്ട്. ആട്ടുകാഷ്ടം ഞാൻ നേരത്തെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അത് വെള്ളമൊക്കെ വീഴ്ത്തി അതിന്റെ ചൂടൊക്കെ മാറ്റി അങ്ങനെ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൽ വിത്ത് വിതറി കൊടുക്കുമ്പം അവിടെ കിടന്ന് പൊടിച്ചോ. അപ്പൊ വിത്തെടുക്കാം. പിന്നെ ഇങ്ങനെ കൊണ്ട മാത്രം ഒടിച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ളത്, ഇന്ന് പാവാൻ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. ഇവിടെ കീഴെ വിഴുന്ന് പൊടിച്ച് കിടക്കുന്നുണ്ട്. ഇത്രയും ഇളക്കി നോക്കാം എത്ര വിത്തുണ്ടെന്ന്. കയ്യിലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പം അതിന്റെ വിത്തുകളെല്ലാം തൊഴിയും. ഞാൻ ഉണക്കാനൊന്നും വെക്കില്ല വിത്ത്, ഇങ്ങനെ അങ്ങ് എടുത്തിടും. നമ്മളെ ചെടിയിൽ നിന്നേ അത് കീഴെ വിഴുന്ന് പൊടിക്കുന്നില്ലേ. നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഉണക്കി തന്നെ എടുക്കണത്. വിത്ത് പൊടി വിത്തായോണ്ട് കാണാൻ പറ്റില്ല. മണല് കിട്ടായില്ല, മണ്ണെല്ലാം നനഞ്ഞെടുക്കണം. നനയാത്ത കുറച്ച് മണ്ണെടുത്തോണ്ട് വന്ന് അതിലിട്ട് ഇതിനെ നമുക്ക് ഇനി വാരി വിത്ത് വിതറാം. ഈ മണ്ണിട്ടത് ഈ വിത്ത് ഒരിടത്ത് വീഴാതെ എല്ലായിടത്തും വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പം വിത്തിടണേ. ഇങ്ങനെയാണ് വിത്തിടുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കീര വിത്തിടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇളക്കിയും നടാം, അല്ല അങ്ങനെ നിന്നാലും കുഴപ്പമില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കൃഷികൾ ചെയ്യണത്. അപ്പൊ ഞാൻ ചെയ്യണത് കീര വിത്ത് നടുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ പറയണേ. അപ്പൊ ബൈ ബൈ.